ശിവഗിരി തീർത്ഥാടനം 2023. ശിവഗിരി തീർത്ഥാടനം ഒരുക്കങ്ങൾ പൂർത്തിയായി. ശ്രീനാരായണീയർ ഉപാസനയിലൂടെ മുന്നേറണം. ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടത്തുന്ന സാഹിത്യ മത്സരങ്ങളുടെ ഉദ്ഘാടനം നടന്നു. ഡിസംബർ 15 മുതൽ ജനുവരി 5 വരെ നടക്കുന്ന ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ സ്വാമി അറിയിച്ചു. 91ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹം ഈ വർഷം ഡിസംബർ 15 ആരംഭിച്ച് ജനുവരി മാസം 5-ാം തീയതി പര്യവസാനിക്കുന്നു. ഡിസംബർ മാസം 15-ാം തീയതി പ്രഭാഷണ പരമ്പരകളുടെ ഉദ്ഘാടനം നടക്കും. തുടർന്ന് എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് പ്രഭാഷണങ്ങൾ, ഗുരുധർമ്മ പ്രബോധനം, ഗുരുദേവ കൃതികളെ ആസ്പദമാക്കി നടക്കും. ഡിസംബർ മാസം 21-ാം തീയതി പാരമ്പര്യ വൈദ്യ സമ്മേളനമുണ്ട്. 22 മുതൽ 25 വരെ ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ സച്ചിദാനന്ദ സ്വാമി നയിക്കുന്ന ശ്രീനാരായണ ദിവ്യ പ്രബോധനവും ധ്യാനവും നടക്കും. ഡിസംബർ മാസം 26-ാം തീയതി ആലുവയിൽ നടന്ന സർവ്വ സമ്മേളനത്തിൻ്റെ ശതാബ്ദി പ്രമാണിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുക്കുന്ന സർവ്വമത സമ്മേളന ശതാബ്ദി ആഘോഷ പരിപാടികളാണ്. 27-ാം തീയതി ഗുരുധർമ്മ പ്രചരണ സഭയുടെ സമ്മേളനം, മാതൃ യുവജന സംഗമം രാവിലെ മുതൽ സായം സന്ധ്യ വരെ ഉണ്ടാകും. 28-ാം തീയതി ശിവഗിരി സ്കൂൾ സ്ഥാപിച്ചതിൻ്റെ ശതാബ്ദി, കുർച്ചി സ്കൂൾ സ്ഥാപിച്ചതിൻ്റെ നവതി ആഘോഷ പരിപാടികളാണ്. 29-ാം തീയതി മഹാകവി കുമാരനാശാൻ പല്ലനയിൽ ദേഹവിയോഗം ചെയ്തതിൻ്റെ ശതാബ്ദിയും അതിനോട് അനുബന്ധമായി ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നടന്ന സാഹിത്യ കലാമത്സര പരിപാടികളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങളും നൽകുന്നുണ്ട്. 30 മുതൽ 1 വരെ സാധാരണ വർഷങ്ങൾ എന്നതുപോലെയുള്ള തീർത്ഥാടന സമ്മേളനങ്ങൾ, 8 വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സമ്മേളനങ്ങളും വിശേഷ സമ്മേളനങ്ങളും നടക്കും. ശിവഗിരി തീർത്ഥാടന പദയാത്രകൾ ഇപ്രാവശ്യം 3 എണ്ണമാണ്. ഒന്ന് സർവ്വസമ്മേളന ശതാബ്ദി പ്രമാണിച്ച് ആലുവയിൽ നിന്നും, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി പ്രമാണിച്ച് വൈക്കത്തു നിന്നും, കുമാരനാശാൻ്റെ ദേഹവിയോഗത്തിൻ്റെ ശതാബ്ദി പ്രമാണിച്ച് പത്തനംതിട്ടയിൽ നിന്നും, ഇങ്ങനെ 3 പദയാത്രകളുണ്ട്. കൂടാതെ 100-ലധികം പദയാത്രകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശിവഗിരിയിൽ എത്തിച്ചേരുന്നുണ്ട്. ശിവഗിരിയിൽ വിഭവ സമാഹരണം നടക്കുന്നുണ്ട്. ഗുരുപൂജയ്ക്ക് ആവശ്യമായിരിക്കുന്ന അരിയും പച്ചക്കറിയും സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും മുഴുവൻ ഭക്തജനങ്ങളുടെയും എല്ലാവിധമായ സഹായ സഹകരണങ്ങളും ശ്രദ്ധയും ഉണ്ടാകണമെന്ന് ശിവഗിരി മഠത്തിൻ്റെ പേരിൽ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. നമോഭാഗം. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശിവഗിരിയിൽ നടന്ന സാഹിത്യ മത്സരങ്ങളുടെ ഉദ്ഘാടനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ നിർവഹിച്ചു. തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറി ശ്രീമദ് ഋദംബരാനന്ദ സ്വാമികൾ, ജോയിന്റ് സെക്രട്ടറി ശ്രീമദ് അസംഗാനന്ദഗിരി സ്വാമികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുദേവന്റെ ഈശ്വരാരാധന എല്ലാ ഗൃഹങ്ങളിലും ഹൃദയങ്ങളിലും എത്തിക്കണമെന്ന സന്ദേശം ഉൾക്കൊണ്ട് ഗുരുദേവ ഭക്തർ ഉപാസനയിലൂടെ മുന്നേറണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അഭിപ്രായപ്പെട്ടു. ശിവഗിരി തീർത്ഥാടനം അർത്ഥപൂർണമാകുന്നത് ആത്മീയ പുരോഗതി നേടുന്നതിലൂടെയാണ്. അപ്രകാരമാണ് അറിവിന്റെ തീർത്ഥാടനം ജീവിത സുഗന്ധിയാകുന്നതെന്ന് സ്വാമി അഭിപ്രായപ്പെട്ടു. ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ച് ശ്രീ അഡ്വക്കേറ്റ് പി ജോയി MLA മുഖ്യ അതിഥിയായി. ശ്രീ ഇരിക്കൂർ MLA, സജി ജോസഫ്, അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് MP എന്നിവർ ആശംസകൾ നേർന്നു. ട്രസ്റ്റ് ട്രഷറർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ, തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറി ശ്രീമദ് ഋദംബരാനന്ദ സ്വാമികൾ, ജോയിന്റ് സെക്രട്ടറി ശ്രീമദ് അസംഗാനന്ദഗിരി സ്വാമികൾ എന്നിവർ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തി. ശ്രീ അഡ്വക്കേറ്റ് PM മധു, ശ്രീ രാജേഷ് സഹദേവൻ, ശ്രീജ, ശ്രീ സുരേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു.